ശബരിമലയിൽ കുട്ടികളുടെ ദർശന ക്രമീകരണം സംബന്ധിച്ച് പരാതികൾ ലഭിച്ചെന്ന് ബാലാവകാശ കമ്മീഷൻ. ഇത് സംബന്ധിച്ച് വിലയിരുത്തലുകൾ നടത്താൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ടി.വി. മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്ത് എത്തി. കുട്ടികൾക്ക് ക്യൂവിൽ കൂടുതൽ സമയം നിൽക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നും ലഭിച്ച പരാതികൾക്ക് പരിഹാര നടപടിക്ക് ശ്രമിക്കുന്നുണ്ട് എന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ സന്നിധാനത്ത് സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിച്ചു. ഞങ്ങളിപ്പോൾ കമ്മീഷന് കിട്ടിയ ഒരു പരാതി ഉണ്ടായിരുന്നു. അതിൽ കുട്ടികൾ കൂടുതൽ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരികയും കുട്ടികൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അത് പ്രായോഗികമായിട്ട് എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് നേരിട്ട് മനസ്സിലാക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്നലെ ഞങ്ങൾ പമ്പയിൽ വൈകുന്നേരം എത്തി. അവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ ഇന്നലെ മനസ്സിലാക്കിയിരുന്നു. കുട്ടികൾക്ക് കയ്യിൽ ടാഗ് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ പോലീസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ എന്തായാലും ഈ ഒരു വലിയ ക്രൗഡ് ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ മോബിനെ നിയന്ത്രിക്കാൻ വേണ്ടി വരുമ്പോൾ അതിനുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങൾ ഞങ്ങളിപ്പോൾ രാവിലെ 1 മണിക്കൂറോളം ഇപ്പോൾ ADGP ആയിട്ട് സംസാരിച്ചു, ദേവസ്വം അധികൃതരുമായിട്ട് സംസാരിച്ചു. അവർ ഞങ്ങൾക്ക് മറുപടിയും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു മീറ്റിംഗ് കൂടെ ഉന്നത അധികാരികളുമായിട്ട് ഒരു മീറ്റിംഗ് കൂടെ നടത്തിയതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ പറയും. ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തുന്ന കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ബാലാവകാശ കമ്മീഷന് ചില പരാതികൾ ലഭിച്ചിരുന്നു. കുട്ടികളുടെ ദർശന ക്രമീകരണം സംബന്ധിച്ചുള്ള പരാതികളാണ് ലഭിച്ചത്. ഈ പരാതികൾ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ടി.വി. മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്ത് എത്തി വിലയിരുത്തലുകൾ നടത്തിയത്. പ്രധാനമായും ബാലാവകാശ കമ്മീഷന് നേരത്തെ ലഭിച്ച പരാതികൾ കുട്ടികൾക്ക് ക്യൂവിൽ കൂടുതൽ സമയം നിൽക്കേണ്ടി വരുന്നു. തിരക്ക് ഉള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ സമയം തിക്കിലും തിരക്കിലുമൊക്കെ പെട്ട് കുട്ടികൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഇത് ഒഴിവാക്കണം എന്ന് സംബന്ധിച്ചിട്ടുള്ള ഇത് ഒഴിവാക്കി കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ദർശന ക്രമീകരണം ഉറപ്പാക്കണം എന്നുള്ള ചില പരാതികളാണ് നേരത്തെ ബാലാവകാശ കമ്മീഷൻ ലഭിച്ചത്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ ഇതിനെന്തൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്താം എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടി നിലവിൽ കുട്ടികൾ ഈ സന്നിധാനത്ത് ഈ ക്യൂവിൽ എത്ര സമയം നിൽക്കേണ്ടി വരുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്, ഇത് സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ബാലാവകാശ കമ്മീഷൻ നേരിട്ടുള്ള സന്ദർശനം ശബരിമലയിൽ നടത്തിയത്. നേരത്തെ ലഭിച്ചിരിക്കുന്ന പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മണ്ഡലകാലത്ത് ഇത്തരത്തിലുള്ള പുതിയ നിർദ്ദേശങ്ങൾ എന്തായാലും നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. അടുത്ത മണ്ഡലകാലം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നടപടികളായിരിക്കും നിർദ്ദേശിക്കുക. പ്രധാനമായും കുട്ടികൾക്ക് പ്രത്യേകം ക്യൂ സജ്ജീകരിക്കുന്നതിനുള്ള നടപടികൾ ആലോചിക്കുന്നുണ്ട്. അത് എത്രമാത്രം പ്രായോഗികമായി നടപ്പിലാക്കാം എന്നതാണ് വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ കുട്ടികളെ കൂട്ടം തിരിഞ്ഞ് ഒറ്റപ്പെട്ട് കാണാതെ പോകുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇതിന് എന്ത് പരിഹാരം കണ്ടെത്താം എന്നത് സംബന്ധിച്ചും പഠനങ്ങൾ ആവശ്യമാണെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പറയുന്നു. നിലവിൽ കുട്ടികളുടെ കയ്യിൽ ടാഗ് നൽകുന്നുണ്ട്. ഈ ടാഗുകൾ പലയിടത്തും നഷ്ടപ്പെട്ടു പോവുകയും പിന്നീട് ഈ കുട്ടികളെ കൂട്ടം തെറ്റുമ്പോൾ ഈ ടാഗ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തി കുട്ടികളെ പെട്ടെന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടാഗ് എന്നുള്ളത് കുട്ടികൾ കൂട്ടം തെറ്റുന്നതിന് ഒരു പരിഹാരമല്ല. മറ്റെന്തൊക്കെ പരിഹാരങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകാം എന്നത് സംബന്ധിച്ചും പഠനങ്ങൾ ആവശ്യമാണെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ശബരിമല സുരക്ഷാ ചുമതലയുള്ള ADGP S. ശ്രീജിത്തുമായി കൂടിക്കാഴ്ച നടത്തി ചില അടിയന്തര പരിഹാര നടപടികൾ സംസാരിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ഉടൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പമ്പ മുതൽ സന്നിധാനം വരെ കയറി വരുമ്പോൾ കുട്ടികൾ ക്യൂവിൽ തന്നെ നിൽക്കുന്നുണ്ട്, ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ സന്നിധാനത്ത് എത്തുമ്പോഴും കുട്ടികൾ ക്യൂവിൽ നിൽക്കുന്നു, ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. പരാതിക്ക് ആസ്പദമായ സാഹചര്യങ്ങൾ സന്നിധാനത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ഈ വിലയിരുത്തലിൽ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബാലാവകാശ കമ്മീഷൻ സന്നിധാനത്ത് സന്ദർശനം നടത്തിയതിനു ശേഷം കുട്ടികളുമായി സംസാരിച്ചതിന് ശേഷം കുട്ടികളുടെ ഒപ്പമുള്ള രക്ഷിതാക്കളുമൊക്കെയായി കൂടിക്കാഴ്ചകൾ സംസാരിച്ചതിന് ശേഷം പ്രതികരിച്ചത്.